ഭാര്യയും ഭർത്താവും ഇണചേരുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താന വ ജന്നിബി ഷൈത്താന ഫീമാ റസഖ്തന. ഞങ്ങൾക്ക് നീ നൽകിയതിലും ഇനി നൽകാനുള്ളതിലും പിശാചിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും കാക്കണമേ. ഇതാണ് ആ ദിക്റിൻ്റെ ഒരർത്ഥം, ഒരു ഏകദേശ അർത്ഥം. ഈ അർത്ഥത്തെ സ്ഖലനത്തിൻ്റെ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം, നാവുകൊണ്ട് പറയാൻ പാടില്ല. ഈ ഒരർത്ഥത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ സമയത്തുണ്ടായിരിക്കേണ്ട ഒരു മാനസിക തലമാണ്. പിന്നെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കുട്ടി വേണമെന്ന് പറയുമ്പോൾ കുട്ടി എന്തിനാണ്? നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രായമാകുമ്പോൾ നോക്കാനെന്നാണ് ആദ്യം മനസ്സിലേക്ക് വരിക. വാസ്തവത്തിൽ ചെറുപ്പത്തിൽ നമ്മളെ നോക്കി അള്ളാഹു തആലക്ക് പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു കുട്ടിയുടെ ആവശ്യമൊന്നുമില്ല, കുട്ടീനെ അതിനൊന്നുമല്ല. അതേ സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ റെക്കമെൻഡ് ചെയ്യാനും സ്വാലിഹായൊരു മകൻ ഉണ്ടായാൽ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിന് സ്വാലിഹായൊരു മനുഷ്യനുണ്ടായാൽ പറ്റും. ഒരാൾ മരിച്ചതിന് ശേഷം ബാക്കിയാവുന്ന മുതൽ എണ്ണിയ കൂട്ടത്തിൽ വലതുൻ സ്വാലിഹുൻ യദൂ ലഹു എന്ന് എണ്ണിയിട്ടുണ്ട്. അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ കുട്ടി. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്ഖലനമുണ്ടാകുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടി എനിക്ക് കുട്ടി ഉണ്ടാവണം എന്ന് മനസ്സിൽ കൊണ്ടുവരികയും നമ്മൾ ആദ്യം ചൊല്ലിയ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താന വ ജന്നിബി ഷൈത്താന ഫീമാ റസഖ്തന എന്ന ദിക്റിൻ്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരികയുമാണ് വേണ്ടത്. നമ്മുടെ ഈ പ്രോഗ്രാമെല്ലാം തന്നെ മതപരമായ വിശ്വാസികൾക്ക്, മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ആ അർത്ഥതലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മറുപടികളും ചോദ്യങ്ങളുമെല്ലാം തന്നെ ആ ഒരു അർത്ഥത്തിലാണ് ഉൾക്കൊള്ളുന്നത്. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്തോ ഒരു വേണമെങ്കിൽ ട്രോളാൻ കിട്ടുന്നൊരു അവസരം എന്നൊക്കെ തോന്നിയേക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യത്തിലേക്ക്, മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ ലൈംഗികാസക്തി കൂടും എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് താൽക്കാലികമായ ഒരു ലൈംഗികാസക്തി ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഡോസ് കൂട്ടിക്കഴിക്കേണ്ടി വരും. അവസാനം എത്തുമ്പോൾ എന്ത് കഴിച്ചാലും കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെയല്ല ശരിക്ക് ലൈംഗികമായ താല്പര്യത്തെ ഉണ്ടാക്കി തീർക്കേണ്ടത്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ലൈംഗിക താല്പര്യത്തെ ഉണ്ടാക്കേണ്ടത്. ഈ ഭാര്യാഭർത്തൃ ജീവിതവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, യാത്ര പോകുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത്, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞത് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ ജുമഅക്ക് പോകുന്നതിന് മുമ്പ്. നാലാമത്തേത്, ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീയുടെ സൗന്ദര്യം ആകർഷിക്കുകയും ചെയ്താൽ സ്വന്തം ഭാര്യയുമായി ഇണചേരുക എന്നത് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 4 സന്ദർഭങ്ങളിലാണ് ലൈംഗിക ബന്ധം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികമായ പല കാര്യങ്ങളും, നരകം പറയുന്നിടത്ത് സ്വർഗമുണ്ട്, നന്മ പറയുന്നിടത്ത് തിന്മയുണ്ട്, ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതോടൊപ്പം തന്നെ പാടില്ലായ്മ കൂടി ഇസ്ലാമികമായ വിധി ഉണ്ടാകും. എന്തൊക്കെയാണ്? ചില സന്ദർഭങ്ങളിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതായിരിക്കും നല്ല വാക്ക് എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചാൽ ഭാര്യയെ ഇണചേരാൻ എപ്പോഴും പറ്റും. നിരുത്സാഹപ്പെടുത്തപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് വയറ് നിറഞ്ഞ സന്ദർഭമാണ്. മറ്റൊന്ന് ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്ദർഭമാണ്. മൂന്നാമത്തേത് ലൈംഗികമായ ആസക്തി, താല്പര്യമില്ലാത്ത ഘട്ടത്തിൽ ആർക്കേലും വേണ്ടിയാണ് ചേരുക. ഇത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ശക്തമായ ദാഹമുള്ള സന്ദർഭത്തിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ 4 സന്ദർഭങ്ങളിലാണ് ലൈംഗിക ബന്ധം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവേ ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ഭാര്യ തീരെ താല്പര്യമില്ല. ശരിക്കും താല്പര്യമെടുക്കേണ്ടത് ആരാണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. മാനസികമായ തയ്യാറെടുപ്പ് ആണ് ലൈംഗിക ബന്ധത്തിൻ്റെ വിജയത്തിൽ പ്രധാനമായും അടിസ്ഥാനമായി കിടക്കുന്നത്. തൻ്റെ ഇണക്ക് ഉത്തേജനം ലഭ്യമാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് എതിർകക്ഷി, അത് മറ്റേ കക്ഷി മനസ്സിലാക്കിയിരിക്കണം. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ
10 ദിവസം കൊണ്ടോ സാധ്യമാകുന്ന ഒരു കാര്യമല്ല തൻ്റെ ഇണക്ക് ഉത്തേജനം കിട്ടുന്ന വിഷയം എന്താണ് എന്നത്. ചിലർക്ക് ചില സംസാരങ്ങളെ കൊണ്ട് ഉത്തേജനം ഉണ്ടാവും, മറ്റു ചിലർക്ക് ചില സ്ഥലങ്ങളിൽ സ്പർശിച്ചാലുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ 28 സ്ഥലങ്ങൾ ഉത്തേജനം നൽകുന്നതുണ്ട്. അതിൽ പലർക്കും പലതായിരിക്കും. ചിലർക്ക് ചുംബനത്തിലൂടെ ഉത്തേജനം ഉണ്ടാവും, ചിലർക്കൊന്ന് വേദനയാക്കിയാൽ ഉത്തേജനം ഉണ്ടാവും. എൻ്റെ ഇണക്ക് ഉത്തേജനം കിട്ടുന്നത് എന്തിലൂടെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് ലൈംഗികതയുടെ വിജയം കിടക്കുന്നത്. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ വേണ്ട, പക്ഷെ മനസ്സിലാക്കിയിരിക്കണം. ചില ആളുകളുടെ ഒരു പരാതിയാണ്, ഇനിയിപ്പോൾ പ്രായമായില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയി, അല്ലെങ്കിൽ ഇനി കാലം കുറേ ആയില്ലേ എന്നെല്ലാം ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്താണ് അവരോട് പറയുന്നത്? ഇതിന് പ്രായം അല്ലെങ്കിൽ മതപരമായ ആരാധനകൾക്ക് വിഘാതം സംഭവിക്കും, പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദിന് വിഘാതം സംഭവിക്കും എന്നൊക്കെ പറയുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളത്. 63 വയസ്സ് വരെയും ഭാര്യമാരുമായി ഇണചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ആശയം എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇണചേരൽ ഇബാദത്താണ് എന്ന കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് വരുന്നതാണ്. നിസ്കരിക്കൽ മാത്രമാണ് ചില ആൾക്കാർ ഇബാദത്തായി കണ്ടത്, നോമ്പ് നോൽക്കൽ മാത്രമാണ് ഇബാദത്തായി കണ്ടത്. ഇണചേരുക എന്നത് പുണ്യമായ ഇബാദത്തും അമ്പിയാക്കളിൽ നിന്ന് 2 നബിമാരുടെ കാര്യത്തിൽ മാത്രമാണ്. 1,24,000 അമ്പിയാക്കളുള്ളതിൽ 2 നബിമാരുടെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ളതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിച്ച കൂലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്വാലിഹായ അമലാണ് ഇണചേരുക എന്നത് ആ അർത്ഥത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രായമായില്ലേ ഇനിയിപ്പോൾ എന്തിനാ, കേവല രസം എന്നുള്ളിടത്താണ് ആളുകൾ നിൽക്കുന്നത്, ഇബാദത്ത് എന്ന തലത്തിലേക്ക് വരുന്നില്ല. ഇതാണ് ഈ നിരാശയുടെ കാരണം. ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹോദരി സംസാരിച്ചപ്പോൾ ഭർത്താവ് തങ്ങളോട് എന്നോട് മോശമായിട്ട് പെരുമാറുന്നു, ഭർത്താവ് നന്നായി പെരുമാറുന്നില്ല, ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മൂപ്പരോട് സ്നേഹത്തോടെ പെരുമാറുക, അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണെങ്കിൽ മറ്റു കാര്യങ്ങളെ സ്നേഹത്തോടെ പെരുമാറുകയും നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ നന്നായിട്ട് പെരുമാറുന്നു അതനുസരിച്ച് തിരിച്ചിങ്ങോട്ട് കിട്ടും, കൊടുത്താലേ കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, അങ്ങനെ ഞാൻ ഇടയ്ക്ക് പെരുമാറി നോക്കിയിരുന്നു, അപ്പോൾ അദ്ദേഹം എന്നെ പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു മൈൻഡാണ് ആളുകൾക്ക്. ഈ പീഡനം എന്നുള്ളതൊന്ന് ഒഴിവാക്കിയിട്ട് സ്നേഹ സൗഹാർദ്ദത്തോടെയുള്ളൊരു ജീവിതം, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഒരാൾക്കും ഒരാളെയും മാറ്റാൻ കഴിയില്ലെന്നും സ്വയമായി മാറാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. മാറാൻ ആവശ്യമായ പശ്ചാത്തലമൊരുക്കാനേ മറ്റൊരാൾക്ക് കഴിയുള്ളൂ. മാറണമെങ്കിൽ അയാൾ തന്നെ സ്വയമായി വിചാരിക്കണം, ഉദ്ദേശിക്കണം, ചിന്തിക്കണം. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ അത് ആക്ഷേപിക്കപ്പെടുന്ന ആളുടെ മാത്രം പ്രശ്നമായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ നിർവാഹമല്ല. എനിക്കനുസരിച്ചാണ് എന്നോട് ആളുകൾ പെരുമാറുക. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമുണ്ട്. ഈ നമ്മുടെ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചിരിക്കുന്നു. ഈ അൻഫുസ് എന്നതിന് മനസ്സ് എന്നൊരർത്ഥമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ പടച്ചിരിക്കുന്നു. നമ്മളൊരിക്കലും എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരേ മനസ്സിന് 2 തലമാണ്. ഒന്ന് അതിൻ്റെ ഒരു പൗരുഷഭാവം, ഒന്ന് അതിൻ്റെ ഒരു സ്ത്രൈണഭാവം. പുരുഷൻ്റെ മനസ്സിൻ്റെ സ്ത്രൈണഭാവമാണ് അയാളുടെ ഭാര്യ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണ് നമ്മളോട് ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതേ പെണ്ണിൻ്റെ മനസ്സിൻ്റെ പൗരുഷഭാവമാണ് യഥാർത്ഥത്തിൽ അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് പ്രശ്നം ഒരാളിലല്ല, പ്രശ്നം 2 പേരിലുമാണ്. ആർക്കും സ്വന്തത്തെ കുറ്റപ്പെടുത്താൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മറ്റാളെ പറ്റി പറയാൻ. അതുകൊണ്ട് സ്വയം ചില മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുക, അപ്പോൾ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും. അതായത് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഒരു ഭാര്യ-ഭർത്തൃ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഡോക്ടറിൽ നിന്ന് ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന നിലക്ക് അവസാനമായി ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെയാണ് ആദ്യമായി വിവാഹം കഴിച്ചത്. അന്ന് ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം ഏറ്റവും മൂർധന്യ ദശയിൽ നിൽക്കുന്ന പ്രായത്തെ 40 കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ സമയത്ത്
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ 100% സംതൃപ്തയാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാണ് ഞാൻ എന്ന് തെളിയിച്ചതായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രവാചകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ ഭാര്യ-ഭർത്തൃ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലൈംഗിക ബന്ധം തന്നെയാണ്. സ്ത്രീയുടേതാവട്ടെ പുരുഷൻ്റേതാവട്ടെ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ എല്ലാ ദാഹങ്ങളെയും ലൈംഗിക ബന്ധം കൊണ്ട് തീർക്കാൻ കഴിയും. എന്തൊക്കെ ഉണ്ടായാലും ലൈംഗിക സംതൃപ്തിയുടെ മേലെ അതൊന്നും പോവില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇണചേരലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തി നൽകാൻ കഴിഞ്ഞാൽ കുടുംബജീവിതം, വൈവാഹിക ജീവിതം, ഭാര്യ-ഭർത്തൃ ജീവിതം വിജയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നേരത്തെ സലാംക്ക പറഞ്ഞതുപോലെ വിശ്വാസികളോടാണ് ഈ സംസാരം എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളെ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പരിഗണിച്ചാൽ 2,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരാളെ കാര്യത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസമുണ്ട്. സയ്യിദുന ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹത്തിൻ്റെ മുമ്പ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് സ്വഹീഹായ അഭിപ്രായം. എന്നാൽ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് പെണ്ണിട്ടു, കല്യാണം കഴിക്കും, അതിൽ കുട്ടിയുണ്ടാകും. ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്ലാമികമായ ഭരണം നടത്തും. സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാം വഫാത്താകും. വഫാത്തായതിനു ശേഷം മദീന ഷരീഫിലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൻ്റെ അടുത്തായി സയ്യിദുന ഈസാ അലൈഹിസ്സലാമിനെ മറവ് ചെയ്യും. അതോടുകൂടി 1,24,000 അമ്പിയാക്കളും കല്യാണം കഴിച്ചവരായി. ലോകത്ത് എന്നല്ല മനുഷ്യന്മാർക്കിടയിലെ ആദ്യത്തെ കല്യാണം ആദം നബിൻ്റെ കല്യാണമാണ് അലൈഹിസ്സലാം. ആദ്യത്തെ പുതിയാപ്പള അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാകുന്നു. ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ്, അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണം മുത്തുനബിയുടെ തൃക്കല്യാണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുള്ളവരെ കല്യാണത്തിൽ കൂടാൻ പൂതി ഉണ്ടാവും. അങ്ങനെയാണ് കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട് കോളേജിൽ നിന്ന് പിരിയുമ്പോൾ പറയും കല്യാണം ഉണ്ടാവുമ്പോൾ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ, എന്നിട്ട് തലേന്ന് രാത്രി പോകും. അങ്ങനെയാണ് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. മുത്തുനബിനോട് ഇഷ്ടമുള്ളവർക്ക് മുത്തുനബിയുടെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. ആ പൂതി തീർക്കാനുള്ളതാണ് സ്വർഗത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ മുസ്തഫ നബി തങ്ങൾ കല്യാണം കഴിക്കും സ്വർഗത്തുനിന്ന്. വലിയ ആഘോഷീകരം. 4 ദിവസം മുമ്പ് തന്നെ ആഘോഷം തുടങ്ങും, കല്യാണത്തിൻ്റെ ആഘോഷം. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എങ്കളെ ചേർക്കല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറെ കല്യാണങ്ങളുണ്ട്. ഖുർആൻ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കല്യാണമാകുന്നു അത്. സൂറത്ത് യൂസുഫ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ. നബിയെ, നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. അഹ്സനുൽ ഖസസ്, ചൊറുക്കുള്ള കഥ.
അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൊറുക്കുള്ളത്, ഹസൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൊറുക്കുള്ളത്, അഹ്സൻ നല്ലോണം ചൊറുക്കുള്ളത്. നഹനു നഖുസ്സു അലൈക നബിയെ നിങ്ങൾക്ക് ഞാനൊരു ഖിസ്സ പറഞ്ഞു തരാം. അഹ്സനൽ ഖസസി ഏറ്റവും മനോഹരമായ ചൊറുക്കുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞു. ദീർഘമായ ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണത്തിൻ്റെ ചരിത്രം. സത്യത്തിൽ നമ്മളെ കല്യാണത്തിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. 24 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിട്ട് ചെറുക്കനെ കൊണ്ടൊരു പെണ്ണിട്ടിക്കണമെന്ന് വാപ്പിയമ്മയും കൂടിയും തീരുമാനിച്ചതിൻ്റെ ശേഷം പെണ്ണന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് പെണ്ണിട്ടണ കഥ തുടങ്ങുന്നതെന്നാണ് നമ്മളെ വിചാരം. അങ്ങനല്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ പടച്ചു എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിന് മാത്രം ബാധകല്ല, എല്ലാവർക്കും ബാധകാണ്. എല്ലാവർക്കും ബാധകാണ്. അപ്പം എത്ര പിന്നെ കാലാവധി ഉണ്ടാകുക? ആദം നബിൻ്റെയും ഹവ്വ ബീവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് രണ്ട് ചരിത്രവും തുടങ്ങാനുള്ള വ്യത്യാസം. കുറച്ച് കാലം ഒന്ന് കൂട്ടുക, എത്രയെന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ട് ചരിത്രം കൂടിയും തുടങ്ങണതിൻ്റെ ഇടയിൽ കുറച്ച് കാലം കൂട്ടുക. പക്ഷെ പലപ്പോഴും വിവാഹത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണില്ല. സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയിട്ട കാരണവന്മാർക്ക് അറിയില്ല. ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് ഈ കൊണ്ടുപോയിടുന്നത് എന്ന്. മുപ്പര് പുതിയാപ്പിള പോവാണ് മിസ്റിലെ പെണ്ണിട്ടാൻ പോവാണ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം. എന്നാൽ ചാടണ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല ഞാൻ പുതിയാപ്പിള പോവുകയാണ് എന്ന്. വള്ളിമ്മ കൂടെ കയറ്റിയ കച്ചവടക്കാർക്ക് അറിയില്ല നാട്ടിലെ പുതിയാപ്പിളിനെയാണ് കൊണ്ടുപോണത്. മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാൻ വെച്ചവർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് കച്ചവടത്തിന് വെച്ചത് എന്ന്. വാങ്ങിക്കൊണ്ടോണ അസീസ് രാജാവിനറിയില്ല പുതിയാപ്പിളക്കുട്ടിനെയാണ് വാങ്ങിക്കൊണ്ടോണത്. അങ്ങനെയാണ്. അതാണ് ചരിത്രം. വിവാഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തുടങ്ങണമല്ല. അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെണ്ണ് കെട്ടിയവരുണ്ടാവും, കെട്ടാത്തവരുണ്ടാവും. എല്ലാവർക്കുമുള്ള ഇണകൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവരും ഇണകളായിട്ടാണ് ഉണ്ടാവുക എന്ന് സൂറത്തു യാസീൻ സൂറത്തിലുണ്ട്. സൂറത്ത് യാസീൻ ഏതാണ്? ഖൽബുൽ ഖുർആനാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി. സൂറത്തു യാസീൻ ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് എല്ലാവരും സ്വർഗത്തിൽ പുതിയാപ്പിളിയും പുതിയണ്ണും ആയിട്ടേക്കാരം. എവിടെ പറഞ്ഞു? ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വ അസ്വാജും അവരുടെ ഇണകളും ഭാര്യയും ഭർത്താവും ഫീ ളിലാലിൻ മരത്തിൻ്റെ താഴ്ഭാഗത്ത് അലൽ അറായിക്കി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ടായിരിക്കും ഫീഹ അതിൽ ഫാക്കിഹത്തുൻ പഴങ്ങൾ വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കും. ഹും അവരും വ അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുന്യാവത്തെ അതേ ഇണ. ദുന്യാവത്തെ അതേ ഇണ തന്നെയാണ്. ഇവിടുത്തെ അതേ ഭർത്താവാണ്, ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ ബേജാറാകാനൊന്നുമില്ല, പല്ല് ചെരിഞ്ഞതൊക്കെ നേരാക്കി തരും. ഒറ്റ തട്ട് അത് നേരാവും. സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എന്നും ഒരേ പ്രായമായിരിക്കും. ഇന്നലെ ഇന്നും നാളെയൊക്കെ ഒരേ വയസ്സാണ്, അടുത്ത കൊല്ലം അതേ വയസ്സ് തന്നെ.
പിറ്റത്തെ കൊല്ലം അതേ വയസ്സാണ്, ഏറൂല, കുറയില്ല. ചൊറുക്ക് കൂടും, ഒരിക്കലും ചൊറുക്ക് കുറയില്ല. സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്, ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്. 19 വയസ്സായ 18 വയസ്സായ 20 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 30 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 അത്ര തന്നെ ഉണ്ടാവില്ല, 50 അത്ര തന്നെ ഉണ്ടാവില്ല, 60 അത്ര തന്നെ ഉണ്ടാവില്ല, 70 തീരെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, കൊല്ലം കൂടുന്നിടത്തോളം ചൊറുക്കാണ് കൂടും. അങ്ങനെയാണ്, കൂടുന്ന ഭംഗിയാണ് സ്വർഗത്തിൽ, ഇവിടെ കുറയുന്ന ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ പടച്ച് അതിൽ നിന്നും നേരെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു എന്ന് താരീഖിലുണ്ട്. അല്ലാഹു തആല ഭംഗി പടച്ചിട്ട് നേരെ പകുതി യൂസുഫ് നബി കൊടുത്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഭംഗി മുഴുവനും മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്ന് വേറെ താരീഖിലുണ്ട്. കണക്ക് തെറ്റുമല്ലോ. പകുതി യൂസുഫ് നബിക്ക് കൊടുത്തു, ഇനി ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. എന്നാൽ മുഹമ്മദ് നബിക്ക് ഭംഗി മുഴുവൻ കൊടുത്തു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ കണക്ക് തെറ്റുമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പകുതി കൊടുത്തു, ബാക്കി പകുതി ഉള്ളതെന്ന് കുറച്ചൊക്കെ ഞമ്മക്കും കിട്ടി. അതുകൊണ്ടുള്ള പെണ്ണുങ്ങളെ നമ്മളൊപ്പം നിൽക്കണേ, അല്ലെങ്കിൽ ഒരു പോയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കഴിച്ച് ബാക്കിയേ ഉണ്ടാവുള്ളൂ, മുഴുവൻ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ മുഴുവൻ കൊടുത്ത്? അതാണ് പഠിക്കേണ്ടത്. രണ്ടും ഒരേ ഭംഗിയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്ന ഭംഗിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും, ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്നതാണ്. ദുനിയാവിലെ എല്ലാ സാധനങ്ങൾക്കും ഹസനത്ത് എന്ന ഭംഗിയാണുള്ളത്. ഈ മൊബൈൽ കിട്ടിയപ്പോൾ നല്ല ചൊറുക്കുണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ ചൊറുക്കില്ല. എന്തേ? ആസ്വദിക്കുമ്പോൾ കുറയും. ഹസനത്താണ്. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആസ്വദിക്കുമ്പോൾ കൂടും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് കണ്ട ഒരാള് നാളെ കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. നമ്മളെ തുടക്കത്തിൽ കണ്ട ആള് വയത് കഴിയണത് വരെ നോക്കിയിരുന്നാൽ പല്ല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാവും. നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും, നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുമായിരുന്നു. അതിനാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിൽ എല്ലാവർക്കും നൽകപ്പെടുന്നത്. സ്വർഗത്തിലൊരു ചന്തണ്ട്, സൂഖുൽ ജുമുഅ എന്നാണ് അതിന് പേര്. വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു ചന്ത സ്വർഗത്തിൽ. സ്വർഗത്തിലെ സൂഖുൽ ജുമുഅയ്ക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്നും വിൽക്കാനില്ല, ഒന്നും വാങ്ങാനില്ല. അതാണ് ഒരു പ്രത്യേകത. ചന്തയാണ് സംഗതി, പക്ഷെ കച്ചവടത്തിനൊരു സാധനമില്ല, വിൽക്കാനും ഒന്നുമില്ല, വാങ്ങാനും ഒന്നുമില്ല. രണ്ടാമത് അതിനൊരു പ്രത്യേകതയുണ്ട്, സ്ത്രീകളാരും വരാറില്ല, പെണ്ണുങ്ങളാരും വരലില്ല. അപ്പൊ റമദാനിലെ അവസാനത്തെ 10 ചന്തയ്ക്കോയ മാതിരി അല്ല, പെണ്ണുങ്ങളാരും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? ഉണ്ടാവൽ എന്താ വെച്ചാൽ ആണുങ്ങളിങ്ങനെ പോകും സൂഖുൽ ജുമയിലേക്ക്. അങ്ങനെ പഴയ കാലത്ത് പരിചയമുള്ള സ്കൂളിൽ പോയിരുന്ന സമയത്ത് കണ്ടിരുന്ന, കോളേജിൽ പോയിരുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ആൾക്കാരങ്ങനെ കാണും. സത്താറിനെയും ഗഫൂറിനെയും ആമിറിനെയും ഉമേറിനെയും ഗഫൂറിനെയും ഒക്കെ കാണും. കാണുമ്പോൾ അവരോട് ചോദിക്കും, അല്ലാതെ അനക്ക് എന്തൊക്കെ ഉള്ളതെന്ന് ചോദിക്കും. സാധാരണ ഒരാൾക്ക് 40 വീടുകൾ ചേർന്ന ഒരു വീടാണ് ഉണ്ടാവുക. അതിൻ്റെ നടുവിലൊരു മരം ഉണ്ടാവുക, ആ മരത്തുമേണ് വസ്ത്രങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ അടിയിലാണ് ആഭരണങ്ങൾ ഉണ്ടാവുക. അനക്ക് എന്തൊക്കെ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഗഫൂർ പറയും, എനിക്ക് 40 വീട് ചേർന്നൊരു വീടുണ്ട്, അതിൻ്റെ നടുക്ക 2 മരമുണ്ട്, തുണിങ്കുപ്പായും കായ്ച്ചനേന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് ഇപ്പം പെരേക്ക് എത്തുമ്പോൾ ഓൻ്റെ പെരൻ്റെ നടുക്ക് 2 മരം ഉണ്ടാവും. ഇതിനാണ് ചന്തയ്ക്ക് പോണേ. എനിക്ക് കിട്ടാത്തത് ആർക്കേലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണ സ്ഥലമാണ് ചന്ത.